ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരങ്ങളിലൊന്നായ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ഏകാംബരേശ്വര ക്ഷേത്രമാണിത്. പഞ്ചഭൂതങ്ങളിലൊന്നായ ഭൂമിയായി കണ്ട് ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രം. ക്ഷേത്ര ഐതിഹ്യവും തൊഴേണ്ട രീതികളും എപ്പോൾ തൊഴണം എന്നൊക്കെയുള്ള പ്രത്യേകതകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയണേ. കാഞ്ചീപുരത്ത് കാണേണ്ട പ്രധാന ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വീഡിയോന്റെ പാർട്ട് 4 ആണിത്. ലോകത്തിലെ തന്നെ 10 വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്ര ഗോപുരം. നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം. കാഞ്ചീപുരത്തെ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ മെയിൻ്റനൻസ് പണികൾ നടക്കുകയാണ്. അതുകൊണ്ട് പല ഭാഗങ്ങളും ഈ കാണുന്ന ക്ഷേത്രത്തിലും പല ക്ഷേത്രങ്ങളും പല ഭാഗങ്ങളും പൊളിച്ചിട്ടിരിക്കുകയാണ്. പല ഗോപുരങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഗോപുരം അടച്ചിട്ടതുകൊണ്ട് അതിന്റെ അപ്പുറത്തെ വഴിയാണ് നമ്മൾ വന്നത്. ആദ്യം കാണിച്ച ഈ തെക്കേ ഗോപുരമാണ് ഏറ്റവും വലുത്. 11 നിലകളാണ് ഉള്ളത്. പഞ്ചഭൂത ക്ഷേത്രങ്ങളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ക്ഷേത്രം ഭൂമിയെ പറ്റിയാണെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോയിലുള്ള ചിദംബരം ക്ഷേത്രം ആകാശത്തെ സൂചിപ്പിക്കുന്നു. മറ്റ് ക്ഷേത്രങ്ങൾ ജംബുകേശ്വരം ജലം, അരുണാചലേശ്വരം അഗ്നി, കാളഹസ്തി വായു. ഇതിൽ 4 ക്ഷേത്രങ്ങൾ തമിഴ്നാടും ഒരെണ്ണം ആന്ധ്രയിലാണുള്ളത്. ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലോട്ട് പറയുകയാണെങ്കിൽ ഒരു മാവിൻ ചുവട്ടിലിരുന്ന് പൃഥ്വിലിംഗ രൂപത്തിൽ ശിവനെ ആരാധിക്കുകയായിരുന്നു പാർവതി, ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ. എന്നാൽ വേഗവതി നദി കര കവിഞ്ഞൊഴുകുകയും ശിവലിംഗത്തെ വീഴുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ പാർവതി പൃഥ്വിലിംഗത്തെ വാരി പുണരുകയും ശിവൻ ആ ആംഗ്യത്താൽ സ്പർശിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ശിവനാണ് ഇവിടത്തെ ഏകാംബരേശ്വരൻ. പാർവതി ദേവിക്കായിട്ട് ഇവിടെ പ്രത്യേക ശ്രീകോവിലില്ല. മണ്ണുകൊണ്ട് നിർമ്മിച്ച ശിവലിംഗവും മുൻപിലുള്ള പീഠത്തിൽ തൊട്ടടുത്ത് വെച്ചാണ് ആരാധന. നമുക്കൊരു ശ്രീകോവിലായിട്ട് കാണാൻ പറ്റില്ല. ഒരു പീഠത്തിലുള്ള ഒരു ആരാധനയാണ്. അതായത് പൃഥ്വിലിംഗമായിട്ട് സങ്കല്പിച്ച ഒരു ആരാധനയാണ്. ശ്രീകോവിലിന്റെ ലിംഗത്തിന്റെ പ്രതിച്ഛായയ്ക്ക് പിന്നിൽ ഒരു ഫലകത്തിൽ ശിവപാർവതി ചിത്രവും നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ കാഞ്ചീപുരത്ത് വരുമ്പോൾ ചെയ്യേണ്ടത്, ആദ്യമേ എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം, കാഞ്ചീപുരത്ത് സീരീസിൽ. ആ ക്ഷേത്രം 6 മണിക്ക് തുറക്കും. അവിടെ തൊഴുക. 7 മണിക്ക് പിന്നെ അവിടെ അടച്ചുപൂജ ഉണ്ടാവും. ഒരു അരമണിക്കൂർ അടച്ചുപൂജ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തുറക്കുമ്പോൾ തിരക്കാവും. അപ്പം അതുകൊണ്ട് 6 മണിക്ക് തന്നെ ആ ക്ഷേത്രത്തിൽ തൊഴുക. പ്രത്യേക ദിവസങ്ങളിൽ ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം അവിടെ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഈ ക്ഷേത്രത്തിലോട്ട്. അപ്പം ഈ ക്ഷേത്രത്തിൽ അതിന് ശേഷം വരിക. കാരണം 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലും തിരക്കാവും. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ അവിടെ കാമാക്ഷി ദേവി പത്നിയായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടുത്തെ ഏകാംബരേശ്വരന്റെ. അതുകൊണ്ടാണ് ഇവിടെ പാർവതി ദേവിക്ക് പ്രത്യേക ശ്രീകോവിൽ ഇല്ലാത്തത്. ഈ പ്രദക്ഷിണ വഴിയിൽ 1000 തൂണുകളും 1008 ശിവലിംഗങ്ങളും കാണാൻ നമുക്ക്. വിജയനഗര കാലത്താണ് 1000 തൂണുകളുള്ള ഈ പ്രധാന മണ്ഡപം നിർമ്മിച്ചതെന്ന് പറയുന്നു. പിന്നെ ഈ നടപ്പാതയുടെ അവസാനം, ഈ തൂണുകളുള്ള ഈ നടപ്പാതയുടെ അവസാനം വിഷ്ണുവിന്റെ പ്രത്യേക ശ്രീകോവിലും നടരാജ ക്ഷേത്രവും കാണാം. പിന്നെ പുറത്തൊരു ക്ഷേത്ര കുളമുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. ആ ക്ഷേത്രത്തിലെ കുളത്തിലെ ജലം പുണ്യതീർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഈ നടപ്പാതകൾ പോകുമ്പോൾ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ ആ ഐതിഹ്യത്തിൽ പറഞ്ഞ ആ ഒരു മാവിൻ ചുവട്ടിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ്. പക്ഷെ ഇവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ ആ മാവിൻ ചുവട്. അവിടെ ഒരു ശിവപ്രതിഷ്ഠയും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. മനോഹരമായ ഒരു പ്രദക്ഷിണ വഴിയാട്ടോ. 1008 ശിവലിംഗങ്ങളുണ്ട്. ഇതേ ഒരു മോഡലിൽ എനിക്ക് തോന്നിയത് രാമേശ്വരം ക്ഷേത്രത്തിൽ പോയപ്പോഴാണ്. ഇതേപോലെ നടപ്പാതയും തൂണുകളും പിന്നെ ശിവലിംഗം ഒക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും കാഞ്ചീപുരത്ത് വരുമ്പോൾ കാണേണ്ട ക്ഷേത്രങ്ങളാണ്. ഇതിൽ ഇനി 2 ക്ഷേത്രങ്ങളുടെ വീഡിയോയും കൂടി ബാക്കിയുണ്ട്. അതും ആ എപ്പിസോഡുകളും കൂടി കാണാനുണ്ട്. അവസാനത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ക്ഷേത്രങ്ങൾ ഒക്കെ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തൊഴണമെന്നും ഏത് ക്രമത്തിലാണ് തൊഴേണ്ടതെന്നും ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും കാഞ്ചീപുരത്ത് വരുമ്പോൾ, കാഞ്ചീപുരം ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ്. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാവിൻ ചുവട്ട്. ഇവിടെ 4 ശാഖകളുള്ള മാവ് ഉണ്ടായിരുന്നു. ആ 4 വേദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 4 സീസണിൽ 4 ടൈപ്പ് മാങ്ങയുണ്ടാവും. അവിടെ തന്നെ ഒരു ശിവപ്രതിഷ്ഠയുള്ളതുണ്ട്. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇപ്പം ആ മാവിന് പകരം 3000 വർഷം പഴക്കമാണ്. അതിൻ്റെ തടി
അതിനെ മാവിനെ അനുസ്മരിച്ച് തടിയാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ പ്രദക്ഷിണ വഴിയിലാണ് നമ്മൾ ആ മാവ് കാണുക. അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ 12 ഉത്സവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തഞ്ചാവൂരും ചിദംബരനാഥ ക്ഷേത്രം പോലെ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഒരുപാട് പാരമ്പര്യങ്ങളുടെ പട്ടുസാരിയുടെയും ഇതിന് മാത്രമല്ല നമ്മുടെ ഒരു നഗരത്തിന് തന്നെ ഫുൾ സംസ്കാരം കാണിക്കുന്ന ഒരു നഗരമാണ്. ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ആ ഒരു ഗ്രാമഭംഗിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. തീർച്ചയായിട്ടും കാഞ്ചീപുരത്ത് ചെന്നൈയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. ചെന്നൈ എയർപോർട്ടാണ് അടുത്ത്, 75 കിലോമീറ്റർ. ചെന്നൈയിലേക്ക് ഒരു 2 മണിക്കൂറൊക്കെ ഉള്ളൂ ബൈ റോഡ് ട്രാവലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റൂട്ടിൽ പോകുമ്പോൾ ഈ ഭാഗങ്ങൾ കവർ ചെയ്യുക. വിശേഷ ദിവസങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വലിയ തിരക്കില്ലാണ്ട് എവിടെയും സ്പെഷ്യൽ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സ്പെഷ്യൽ ദിവസങ്ങളാണെങ്കിൽ നേരത്തെ വന്ന് തൊഴാം. അതിൻ്റെ ക്രമങ്ങളും കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരു ഹിഡൻ ടെമ്പിൾ ഉണ്ട് കാഞ്ചീപുരത്ത്. ഈ ഒരു ഹിഡൻ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ ഭാഗം കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഒരു ഹിഡൻ ടെമ്പിൾ ഉണ്ട്, ആർക്കും അധികം അറിയാത്തൊരു ടെമ്പിളാണ്. അതെൻ്റെ അടുത്ത പാർട്ടിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒരു കുളം. അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, എല്ലായിടത്തും മെയിൻ്റനൻസ് നടക്കുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു. എല്ലാ അമ്പലങ്ങളിലും പല ഭാഗങ്ങളും ഒരു പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റില്ല. പുറത്തൊരു നന്ദി ശില്പമുണ്ട്. ഇതാണ് അവിടുത്തെ തൂണുകളും. ഒരുപാട് മണ്ഡപങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് നടന്ന് കാണാനുണ്ട്. തീർച്ചയായിട്ടും വരാം. മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്തരം ക്ഷേത്രങ്ങളോട് പോകുമ്പോൾ. അപ്പം അങ്ങനെ ഞാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷം ഉണ്ടാവട്ടെ.